ശക്തി ഈ പന്തലിനകത്ത് അതിശക്തിയോടെ ഇന്ന് രാത്രിയിൽ വെളിപ്പെടണമേ. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം ജീവനും ചൈതന്യവും ഉള്ള ദൈവവചനം, ഇരുവാഴ്ചലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജ മാംസങ്ങളെയും വിട്ടുവയ്ക്കുന്നത് വരെ തുളച്ചു കയറുന്ന ദൈവവചനം ഇന്ന് രാത്രിയിൽ ഞങ്ങളിൽ വിടുതലുകളെ കൽപ്പിക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഏറ്റവും അനുഗ്രഹീതമായ പ്രശാന്തസുന്ദരമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പെസഹ ദിവസം മുതൽ നാളെ ഈസ്റ്റർ ഞായറാഴ്ച വരെ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷകളുടെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൊണ്ടുവന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ന് പകലിലും സർവശക്തനാകുന്ന ദൈവം തൻ്റെ വചനത്താൽ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അനേക ജീവിതങ്ങളെ കർത്താവ് സൗഖ്യം ആക്കി. അനേക ജീവിതങ്ങൾക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. ഫിസിക്കലി ഇവിടെ അറ്റൻഡ് ചെയ്തവർക്കും ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തവർക്കും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുകയും വചനത്താൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. വ്യക്തിപരമായി പരിചയമുള്ള പല വ്യക്തികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നുള്ള പല പ്രിയപ്പെട്ടവരും അവർക്ക് ലഭിച്ച വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ പറയാൻ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ നമുക്ക് സമയങ്ങൾ വളരെ പരിമിതമായി മാത്രം ഉള്ളതിനാൽ അങ്ങനൊരു സെഷനിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചില്ല. ഈ ശുശ്രൂഷയിലൂടെ സൗഖ്യമായവരുടെയും വിടുവിക്കപ്പെട്ടവരുടെയും എണ്ണം ചെറുതല്ല. അനേക ജീവിതങ്ങൾക്ക് ദൈവം കൊടുത്ത വിടുതലിനായി, സൗഖ്യത്തിനായി, ജീവിത രൂപാന്തരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, എബിഎച്ച്എൻ ഉൾപ്പെടെയുള്ള ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർക്കും എൻ്റെ സ്നേഹാദരവുകളെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്. രണ്ട് വചനങ്ങൾ, രണ്ട് വാക്യങ്ങൾ ഇന്ന് രാത്രിയിലത്തെ വചന ശുശ്രൂഷയ്ക്കായി വായിക്കുവാനും ആ ദൈവവചനത്തെ ശുശ്രൂഷിപ്പാനും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കുന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. ലൂക്കോസ് വിശേഷം 17-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് തീയും ഗന്ധകവും പെയ്ത എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം തെളിവായി, അടയാളമായി പ്രസ്താവിച്ചിരിക്കുന്നു, അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സുവിശേഷ യോഗം ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ പകലിൽ സുവിശേഷത്തിൻ്റെ ശക്തി എന്തെന്ന് ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ കേട്ടവർക്കായും അനുഭവിച്ചവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്?
എല്ലാ സന്ദേശങ്ങളും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? വിശുദ്ധ ബൈബിൾ, എൻറ്റയർ ദ ബൈബിൾ, പൂർണ്ണമായും തിരുവെഴുത്തുകൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസ സ്നാനം കൈക്കൊണ്ടിരിക്കുന്നു, സഭയുടെ ഭാഗമായിരിക്കുന്നു, ആത്മീക ശുശ്രൂഷകളിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുന്നു. നാളെ പകലിലും ഒരുപാട് ശുശ്രൂഷകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടി? എന്താണ് സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യത്തിന്റെ പ്രാധാന്യത? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർത്തെങ്കിൽ ഇതർത്ഥമുള്ളതാണ്, ഇത് വ്യർത്ഥമല്ല. നാളെ പകലിൽ ലോകത്തിലെ എല്ലാ കലണ്ടറിലും ഉയർപ്പിന്റെ, ഈസ്റ്ററിന്റെ ദിവസം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് മഹാന്മാർ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ ചിലർ മരിച്ചു എന്ന് പറയുന്നില്ല. ചിലർ സമാധിയായി, ചിലർ മരണപ്പെട്ടു, ചിലർ നിര്യാതരായി, ചിലർ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ നിര്യാതരായവർ, സമാധിയായവർ, മരിച്ചവർ, അവരുടെ മരണത്തോടുകൂടെ അവരുടെ ചരിത്രം അവസാനിക്കപ്പെടുകയാണ്. എന്നാൽ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന കലണ്ടർ വരെ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന സത്യത്തെ വിളംബരം ചെയ്യുമ്പോൾ കലണ്ടറുകളിൽ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ, താളുകളിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണെന്നുള്ളതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും ഒരു മതക്കാർക്കും സംശയമില്ല. നിങ്ങൾ കൈയടിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. സകല വിഭാഗത്തിലുള്ളവരും അത് വിശ്വസിക്കുന്നുമുണ്ട്. ഉലകത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കല്ലറയാണ്. സാധാരണ ഞാൻ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നത് സൈലന്റ് സാറ്റർഡേ കുറിച്ചാണ്. പക്ഷെ ഇന്ന് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗം മറ്റൊന്നാണ്, സൈലന്റ് സാറ്റർഡേ. കാരണം യേശു കർത്താവിൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ, 3.5 വർഷത്തെ ശുശ്രൂഷയിൽ വലിയ ആരവാരങ്ങളും വലിയ ബഹളങ്ങളും ജനക്കൂട്ടങ്ങളും കയ്യടികളും കല്ലെടുത്തെറിയലും ഇങ്ങനെ ഒറ്റപ്പെടുത്തലും തള്ളിപ്പറയലും ഒറ്റിക്കൊടുക്കലും ഇങ്ങനെ അനവധി സംഭവങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമൊക്കെ എഴുതിയിരിക്കുന്നത് പുരുഷാരം തമ്മിൽ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടി എന്നാണ്. എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഭാഷയിൽ നസ്രായൻ ശുശ്രൂഷിക്കാൻ വന്നു നിൽക്കുന്നിടത്ത് കാല് കുത്താനിടയില്ലായിരുന്നു, അതുപോലെ ജനമായിരുന്നു. അങ്ങനെ ആരവാരങ്ങളും അങ്ങനെ ജനക്കൂട്ടങ്ങളും ഓശാനകളും പാട്ടുകളും പ്രസംഗങ്ങളും ശുശ്രൂഷകളും അത്ഭുതങ്ങളുമായി മുന്നേറിയ യേശു കർത്താവിനെ പിതാവായ ദൈവം അനുവദിച്ച സമയത്തിൽ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി, മാനവകുലത്തെ രക്ഷിക്കേണ്ടതിനായി ഗതശമനായുടെ തോട്ടത്തിൽ നിന്ന് യേശു കർത്താവിനെ പടയാളികൾ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പിറ്റേ ദിവസം വിധി കൽപ്പിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ ലോകത്തിന്റെ ഒത്ത നടുക്ക് ഗോൽഗോത്തായിൽ യേശുവിനെ ക്രൂശിക്കുമ്പോൾ ആ സമൂഹം മുഴുവൻ കരുതിയത് അതോടുകൂടെ നസ്രയത്തുകാരന്റെ ശുശ്രൂഷകൾ അവസാനിച്ചു എന്നാണ്. എല്ലാവർക്കും ഇഷ്ടം ഈ ചിലരൊക്കെ അവസാനിക്കുന്നതും ക്ലോസ് ചെയ്യപ്പെടുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും കാണാനുള്ള സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കാനാണ് ആളുകൾക്കിഷ്ടം, നെഗറ്റീവ് കാണാനാണ് ആളുകൾക്കിഷ്ടം. പക്ഷേ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാൽ ആ ക്രൂശും അടയാളപ്പെടുത്തുന്നത് നെഗറ്റീവ് അല്ല, ക്രൂശും ഒരു സിംബൽ ഓഫ് പോസിറ്റീവ് ആണ്.
ഹല്ലേലൂയ. ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാലും എനിക്കവിടെ നെഗറ്റീവ് അല്ല പ്രിയമുള്ളവരെ കാണാൻ കഴിയുന്നത്. അത് നെഗറ്റീവ് ആണെന്ന് അവർക്ക് തോന്നിയാലും അവർ നോക്കുന്നത് പോസിറ്റീവിലേക്കാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നെനിക്കറിയുകയില്ല. എല്ലാം അവസാനിച്ചു എന്നവർ കരുതി. അന്ധന്റെ കണ്ണു തുറന്നവന്റെ, ചെകിടന്റെ ചെവി കൽപ്പിച്ചവന്റെ, ഊമനെ സംസാരിപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ കൈകളിൽ ആണിയടിച്ചു തുളച്ചു കയറ്റി ആ കൈകൾ നിശ്ചലമായി കിടന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അതോടുകൂടെ അവസാനിച്ചു എന്ന് ചിന്തിച്ചവർക്ക് തെറ്റി. ആ കൈലോട്ട് ആണികൾ കേറിയ ഒറ്റ കാരണം കൊണ്ട് അത്ഭുതത്തിന്റെ ശുശ്രൂഷയ്ക്കായി മറുഭാഗത്ത് 10,000-കണക്കിന് കരങ്ങളെ അവൻ അഭിഷേകം ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രിയിലും അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഈ പന്തലിന്റെ കീഴിലുണ്ട്? ആ കരങ്ങളിൽ ആണി കയറിയപ്പോൾ രോഗശാന്തി അവസാനിക്കുകയല്ലായിരുന്നു. രോഗശാന്തി ശുശ്രൂഷ ഒരു പട്ടണത്തിനകത്ത് ഒതുങ്ങി നിന്നത് ഇന്റർനാഷണൽ ആകുകയായിരുന്നു. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? അവന്റെ കരങ്ങളിലേക്ക് ആണി കയറിയപ്പോൾ, അവന്റെ പാദത്തിലെ കാണികൾ കയറിയപ്പോൾ, അവന്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ വെളിപ്പെട്ടപ്പോൾ ഒരു പട്ടണത്തിനകത്ത് 120 കിലോമീറ്ററുകൾക്കകത്ത് നിന്നിരുന്നത് ലക്ഷോപലക്ഷം കിലോമീറ്ററുകളിലേക്ക് കടലുകൾ കടന്ന്, സാഗരങ്ങൾ കടന്ന് ഇതാ കൊട്ടാരക്കര പട്ടണത്തിലും അത് വെളിപ്പെടുകയായിരുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറ. നസറായനെ ക്രൂശിച്ച് ആ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി അരിമത്തിയയിലെ മന്ത്രിയായ ജോസഫ് യേശു കർത്താവിന്റെ ഒരു സീക്രട്ട് ഡിസൈപ്പിൾ ആയിരുന്നു, ബിലീവർ ആയിരുന്നു, ഫോളോവർ ആയിരുന്നു. യേശു കർത്താവിന്റെ ശിഷ്യഗണത്തിൽ മന്ത്രിമാരുണ്ടായിരുന്നു. യേശു കർത്താവ് പ്രസംഗിക്കുമ്പോഴും യേശു കർത്താവ് പഠിപ്പിക്കുമ്പോഴും അത് കേൾക്കാൻ അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങേരുടെ പേരാണ് അരിമത്ഥ്യയിലെ മന്ത്രിയായ ജോസഫ്. അർദ്ധരാത്രിയിൽ നസ്രായന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കാൻ, ആ സന്ദേശത്തെ സ്വീകരിക്കുവാൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചു പഠിച്ചെങ്കിലും ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയാകുന്നവന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകളെ കേൾക്കാൻ അർദ്ധരാത്രിയിലും പരീശന്മാർ അവന്റെ അടുക്കൽ വരുമായിരുന്നു. സമയം വന്നപ്പോൾ എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്നുള്ള വാഗ്ദത്തം നിറവേറാൻ ആ കൂട്ടത്തിനകത്തൊരു അരിമത്ഥ്യയിലെ മന്ത്രിയെയും ഒരു നിക്കോദിമോസിനെ തമ്പുരാൻ ഒരുക്കി. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അധികാരപത്രങ്ങൾ കൈക്കലാക്കി യേശു കർത്താവിനെ വെള്ള തുണിക്കകത്ത് കെട്ടി താഴെയിറക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി ആരെയും ഇന്ന് വരെ വെച്ചിട്ടില്ലാത്ത, ആരെയും അടക്കിയിട്ടില്ലാത്ത, കല്ലിനകത്ത് വെട്ടിത്തീർത്ത മനോഹരമായ പൂന്തോട്ടത്തിനകത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു കല്ലറയിൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കല്ലറയിലല്ല, ഏതോ ഒരു സാധാരണക്കാരന്റെ ഖബറിലല്ല, ആരെയൊക്കെയോ അടക്കിയ ഏതെങ്കിലും ഒരു കുഴിയിലല്ല, അരിമത്ഥ്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ രാജാതി രാജാവിനെ, കർത്താതി കർത്താവിനെ, ദേവാതി ദേവനെ, അവന്റെ ശരീരത്തെ അവർ കൊണ്ടുവച്ചു. അന്ന് പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാർ പ്രമാണിമാരോട്, ഇങ്ങനെ തന്നെയാ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു അവൻ 3-ാം ദിവസം ഉയർക്കുമെന്ന്. അവൻ പറഞ്ഞത് നടക്കാതിരിക്കാൻ എന്തായാലും നമ്മുടെ ഗൂഢാലോചനയും നമ്മുടെ പദ്ധതികളും നടന്നു എന്ന സന്തോഷത്തിൽ യേശു കർത്താവിനെ കല്ലറയിൽ അടക്കി കല്ലറവാതിക്കൽ പലര് ചേർന്ന് കല്ല് ഉരുട്ടി വെച്ചു. ഏറ്റവും വലിയ ഭരണകൂടം, ശക്തന്മാരായ പട്ടാളക്കാരുള്ള ഭരണകൂടമാണ് റോമൻ ഭരണകൂടം. ഏറ്റവും ശക്തിയുള്ള, നീളമുള്ള, പൊക്കമുള്ള, വണ്ണമുള്ള, ആരോഗ്യമുള്ള ശക്തന്മാരായ പട്ടാളക്കാരെ കല്ലറയുടെ വാതിക്കൽ കാശ് കൊടുത്ത് ഷിഫ്റ്റ് വെച്ച് എക്സ്ട്രാ ഡ്യൂട്ടി പേയ്മെന്റ് കൊടുത്ത് കാവൽ നിർത്തി.
റോമൻ ഗവൺമെന്റിന്റെ ചങ്ങലയിട്ട് കല്ലറ ക്രോസ് ചെയ്തു. ഒരു കാരണവശാലും അവൻ ഉയർക്കരുത്, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ട് പുറത്തു പോകരുത് എന്ന് ഒറ്റ ആഗ്രഹത്തിൽ. എന്നാൽ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കല്ലറ അടച്ചു വെച്ച, കല്ല് ഉരുട്ടി വെച്ച, ചെങ്ങലയിട്ട് ക്രോസ് ചെയ്ത, പട്ടാളക്കാർ കാവൽ നിന്ന, ശിഷ്യന്മാർ ഓടി ഒളിച്ച, ആരെയും പുറത്തു കാണാനില്ലാത്ത, രോഗശാന്തി ശുശ്രൂഷ ഇല്ലാത്ത, സുവിശേഷ യോഗം നടക്കാത്ത, ദൈവവചനം മുഴങ്ങി കേൾക്കാത്ത, ആരവാരങ്ങളും ആൾക്കൂട്ടങ്ങളും ഒന്നുമില്ലാത്ത ഒരു നിശബ്ദ ശനിയാഴ്ച. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരുന്നെന്നാ എഴുതിയിരിക്കുന്നത്. വാതിൽ അടച്ചിരുന്നു യഹൂദന്മാരെ പേടിച്ച്. ഒറ്റ ഒരെണ്ണത്തെ പുറത്തു കാണാനില്ല. ചില അണ്ണന്മാർ പറയത്തില്ലേ, ചില സഹോദരന്മാർ, ചില ചേട്ടന്മാർ മാളത്തീ കയറിയെന്ന്. ഇന്നാരും കേറുന്നില്ല, പക്ഷെ അന്ന് അവര് കേറി. പുറത്തിറങ്ങിയില്ല. അവര് പുറത്തിറങ്ങാൻ പറ്റിയാലായിരുന്നു. അതിനകത്ത് കയറി ഒളിച്ചിരുന്നു. കാരണം അവരെ പിടിയും, അവരെ ആക്രമിക്കും, അവരെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ആ നിശബ്ദ ശനിയാഴ്ചയിൽ ഈ എല്ലാവന്റെ അകത്തൊരു ചിന്തയുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞെന്ന. ഈ എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെക്കാൾ ഭയം ദൈവത്തിന്റെ നിശബ്ദതയാണ്. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. എന്റെ മെസ്സേജ് അതല്ല. എനിക്ക് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ക്വയറ്റായി നിൽക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, കടല് പുറകോട്ട് വലിഞ്ഞങ്ങ് പോകുന്നത് നിനക്ക് കക്കാപറക്കി കളിക്കാനല്ല, സുനാമി വരുന്നുണ്ട്. ദൈവം എവിടെയെങ്കിലും നിശബ്ദനായി നിൽക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടേണ്ട സമയത്ത് അത് വെളിപ്പെടാതെ, ദൈവമേ നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാതെ നിശബ്ദനായിരിക്കുന്നത് എന്നൊരു ചോദ്യം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ചരിത്രത്തെ AD എന്നും BC എന്നും തിരിക്കാനുള്ള സാധനം വരുന്നുണ്ട്. കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിക്കാനുള്ള സാധനം വരുന്നുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ നിശബ്ദതയെ ഭയപ്പെടുന്നു. സ്വർഗം പ്ലാനിങ്ങിലാണ്, ദൂതന്മാർ പ്ലാനിങ്ങിലാണ്, ഹെവൻ ബിസിയാണ്. നിനക്ക് വേണ്ടി ഹെവൻ ബിസിയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ മെസ്സേജ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്ന്. എന്റെ മെസ്സേജ് ഇതല്ല, ഞാൻ ഈ പറയുന്നതല്ല. ഈ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിലെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം വീട്ടിൽ പോയി. 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട് 1-2 വാക്യങ്ങളിൽ, ദൈവമേ നീ നിശബ്ദനായിരിക്കുന്നത് എന്ത്? ദൈവമേ നീ മിണ്ടാതിരിക്കുന്നത് എന്ത്? ഹബക്കൂക്ക് 1, 2, 3, 4 വാക്യങ്ങളിൽ ദൈവം പറയുന്നു, ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കും. സാഹസ നിമിത്തം എത്രത്തോളം നിന്നോട് ഞാൻ നിലവിളിക്കുന്നു, പക്ഷേ നീ രക്ഷിക്കാതിരിക്കുന്നു. നീതികേട് കാണുമാറാകുകയും പീഡനത്തെ നോക്കി വെറുതെ നിൽക്കുകയും ചെയ്യുന്നത് എന്ത്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ഷണ്ടയുളവാകുന്നു, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ പോകുന്നു. പക്ഷെ നീ എന്നാ ദൈവമേ മിണ്ടാതിരിക്കുന്നേ, നീ എന്നെ അനങ്ങാതിരിക്കുന്നേ എന്ന് 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഐ വിൽ സ്റ്റാൻഡ് അപ്പോൺ മൈ വാച്ച് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ മൈ സ്പിരിറ്റ്. ഞാൻ കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ചായയും കുടിച്ചവിടെ ഇരിക്കുകയല്ല. ഞാൻ കൊത്തളങ്ങളിൽ ഐ സ്റ്റാൻഡ് അപ്പോൺ മൈ വാച്ച് ആൻഡ് സെറ്റ് മീ അപ്പോൺ ദ ടവർ. അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നറിയാൻ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. കാരണം മണിക്കൂറുകളുടെ, ദിവസങ്ങളുടെ നിശബ്ദതകളിലൂടെ എൻ്റെ ജീവിതം കടന്നുപോയി.
2-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രവാചകൻ പറയുന്നു, അവൻ എന്നോട് എന്താണ് അരുളി ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചല്ലോ, എന്തേലും മറുപടി വരുമോ എന്ന് എനിക്കൊന്നറിയണം എന്നുള്ള നിലയിൽ ഐ സ്റ്റാൻഡ്. ഐ എം നോട്ട് ലീവ് ഇറ്റ്, ഐ എം സ്റ്റാൻഡ്. ഞാൻ ചർച്ച വിട്ടു പോകുകയല്ല, ഞാൻ ആരാധന വിട്ടു പോകുകയല്ല, ഞാൻ പിണങ്ങി പോകുകയല്ല. ദൈവത്തിന്റെ നിശബ്ദതയിലും അവന്റെ ശബ്ദത്തിനായി ഞാൻ സ്റ്റാൻഡ് ചെയ്തു. ദൈവത്തിന്റെ നിശബ്ദതയിലും അവൻ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴും അവന്റെ പ്രവർത്തിക്കും അവന്റെ ശബ്ദം കേൾക്കുവാനും ഞാൻ കാതോർത്തു നിന്നു. എന്നാൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, യഹോവ എന്നോട് ഉത്തരമരുളിയത്. 1-ാം അധ്യായത്തിൽ മിണ്ടാതിരുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാം അല്ലേ? കണ്ടായിരുന്നോ? 2-ാം അധ്യായത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, ദൈവിക നിശബ്ദതയുടെ നടുവിൽ, ദൈവമേ എന്താ നീ പ്രവർത്തിക്കാത്തത്? ദുഷ്ടന്റെ പ്രവൃത്തി കണ്ടിട്ട് നീ എന്താ ന്യായം വിധിക്കാത്തത്? പ്രാർത്ഥിച്ച ഞാൻ കീഴോട്ട് പോകുന്നു, ഒരു പ്രാർത്ഥനയില്ലാതെ നിന്നെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നവൻ രക്ഷപ്പെടുന്നു, അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നു, എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു, നീ എവിടെ പോയിരിക്കുക ദൈവമേ എന്ന് ചോദിച്ച മനുഷ്യൻ, ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും ദൈവം നിശബ്ദനായിരിക്കുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു മറുപടിയും കാണുന്നില്ലെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരൊറ്റ വാക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം, അവന്റെ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ സ്റ്റാൻഡ് ചെയ്തു, ഞാൻ കാത്തുനിന്നു. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ പന്തലിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പിണങ്ങിപ്പോയവന്റെ ചരിത്രം കേൾക്കണ്ട. എനിക്ക് ഇന്ന് രാത്രി വായും പൂട്ടി ദൈവത്തോട് പിണങ്ങിയിരിക്കുന്ന ദൈവദാസന്മാരോട് മുഖവും വീർപ്പിച്ചിരിക്കുന്നവന്റെ കഥ എനിക്ക് കേൾക്കണ്ട. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനായി, ദൈവത്തിന്റെ പ്രവർത്തിക്കായി എന്തെല്ലാം പ്രതികൂലങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, I will stand in His presence.